സംസ്ഥാനത്ത് വൈൻ നിർമ്മിക്കാൻ കൃഷിവകുപ്പ് ഒരുങ്ങുന്നു. പ്രപ്പോസൽ സമർപ്പിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഉയർന്ന വരുമാനം കിട്ടുന്ന മസാല ചേർത്ത വൈൻ നിർമ്മിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കാവുന്നതാണ് എന്നതാണ് യോഗത്തിൽ വന്ന ചർച്ച. ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരും പങ്കെടുത്ത യോഗത്തിന്റെ മിനിറ്റ്സ് റിപ്പോർട്ടറിന് കിട്ടി. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് ഡ്രൈ ഡേ പിൻവലിക്കാനുള്ള ചർച്ച നടന്നത്. ബെവ്കോ ഔട്ട്ലെറ്റുകളുടെ നടത്തിപ്പ് ലേലം ചെയ്യാനുള്ള ചർച്ച നടത്തിയതും ഇതേ യോഗത്തിൽ തന്നെ. ഈ യോഗത്തിലാണ് വൈൻ നിർമ്മിക്കാനുള്ള ചർച്ചയും സജീവമായത്. കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഇക്കാര്യം യോഗത്തിൽ അവതരിപ്പിച്ചത്. ചെയറിൻ്റെ അനുമതിയോടെ നടത്തിയ ചർച്ചയിൽ 20ാമതായിട്ടാണ് വൈൻ നിർമ്മാണത്തിൻ്റെ സാധ്യതകൾ തേടിക്കൊണ്ടുള്ള ചർച്ച. യോഗത്തിൻ്റെ മിനിറ്റ്സിൽ ഇങ്ങനെ പറയുന്നു: മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ വൈനും ഹോട്ടി വൈനും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും ഈ സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങൾ വലിയ അളവിൽ അന്താരാഷ്ട്ര തലത്തിൽ ഡിമാൻഡുള്ള വൈൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും ചർച്ച ചെയ്തു. ഇത് കർഷകർക്ക് ഉയർന്ന വരുമാനവും സർക്കാരിന് ഉയർന്ന ടാക്സ് റവന്യൂവും ഉണ്ടാക്കുന്നു. മൈക്രോ വൈനറികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും മസാല ചേർത്ത വൈനുകൾ ഉൾപ്പെടെ വിവിധതരം വൈനുകൾ തയ്യാറാക്കുന്നതിനുമുള്ള സാധ്യതകൾ പരിശോധിക്കാവുന്നതാണ്. ഇതിനായി ഒരു പ്രപ്പോസൽ സമർപ്പിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയിച്ചു. ഇതാണ് മിനിറ്റ്സിലുള്ളത്. ഇതിന് സർക്കാർ അംഗീകാരം കിട്ടിയാൽ കേരളവും വൈൻ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങും. വരുമാനം കൂട്ടാനുള്ള വഴികളിലൊന്നാണ് വൈൻ നിർമ്മാണം. കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശം അംഗീകരിച്ചാൽ കേരള സർക്കാർ വൈൻ നിർമ്മിച്ചു തുടങ്ങും. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. റിപ്പോർട്ടർ ടി വി പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ടി വി പ്രസാദ് വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. ടി വി പ്രസാദ്, വീണ്ടും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ പ്രേക്ഷകരോട് പറയുകയായിരുന്നു, ഇത് ബ്രേക്കിംഗ് അവേഴ്സ് ആണോ എന്നൊരു സംശയം തോന്നും. അങ്ങനെയല്ല, ബ്രേക്കിംഗുകൾ വന്നുകൊണ്ടിരിക്കുന്ന കോഫി വിത്ത് സുജയ പ്രഭാത വാർത്താ പരിപാടിയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൈനിലേക്ക് വന്നാൽ, മസാല വൈൻ അത് സർക്കാർ വിളമ്പും, അത് കൃഷി വകുപ്പ്, കർഷകർ, അതെങ്ങനെ ആ രീതിയിലുള്ള ഒരു സപ്ലൈ ചെയിൻ അതെങ്ങനെയായിരിക്കും? എന്തൊക്കെയാണ് യോഗത്തിൽ നടന്ന ആലോചന സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? മൂന്നാമതും ഗുഡ് മോർണിംഗ് സുജയ. ഇതിപ്പോൾ വരുമാനം വർദ്ധിപ്പിക്കുന്നത് എങ്ങനെ എന്നുള്ള ചർച്ചയാണ് പ്രധാനമായും നടന്നത്. അതായത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പ് സെക്രട്ടറിമാരും പങ്കെടുത്ത ഒരു യോഗമാണ്. നമുക്കറിയാവുന്നതുപോലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാർ വീർപ്പുമുട്ടുന്ന സമയത്ത് സ്വാഭാവികമായും സർക്കാർ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇത്തരമൊരു യോഗം വിളിച്ചിട്ടുണ്ടാവുകയും ചെയ്യുക. അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെ വരുമാനം കൂട്ടാം എന്നുള്ള ചർച്ചയിലാണ് മദ്യം പ്രധാന ചർച്ചയായി വന്നത്. ഇന്നലെ നമ്മൾ ബ്രേക്ക് ചെയ്തു ഈ മിനിറ്റ്സിൻ്റെ മറ്റൊരു ഭാഗം. അതിൽ ഡ്രൈ ഡേ പിൻവലിക്കുന്നതിനെ കുറിച്ചായിരുന്നു സജീവമായ ചർച്ച. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഡ്രൈ ഡേ ഇല്ലാത്തതുകൊണ്ട് അന്തർദേശീയ സെമിനാറുകളും കോൺഫറൻസുകളും അങ്ങോട്ടേക്ക് പോകുന്നു. അതുകൊണ്ട് കേരളത്തിന് അത് കിട്ടാനുള്ള സാധ്യതയുണ്ടാവില്ല. അതുകൊണ്ട് ഒരു വർഷത്തിൽ 12 ദിവസം ഡ്രൈ ഡേ ആചരിക്കുന്നത് ഒഴിവാക്കണം. ഒരുപാട് കാലമായുള്ള ബാറുകാരുടെ മോഹത്തിനാണ് സാക്ഷാത്കാരം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ചർച്ച അതിൽ നടന്നത്. അതേ രീതിയിലുള്ള മറ്റൊരു ചർച്ചയാണ് ഇന്നലെ മറ്റൊരു ഇതേ യോഗത്തിൽ തന്നെ ഉണ്ടായത്. അതായത് നമ്മുടെ ബീവറേജസ് ഔട്ട്ലെറ്റുകളുടെ നടത്തിപ്പ് അത് ലേലം ചെയ്യാനുള്ള ഒരു തീരുമാനം, കള്ളുഷാപ്പുകളൊക്കെ ലേലം ചെയ്യുന്ന പോലെ അതും ലേലം ചെയ്യാനുള്ള ഒരു തീരുമാനം, അതുവഴി റവന്യൂ ഉണ്ടാക്കാനുള്ള തീരുമാനം. അതേ യോഗത്തിലാണ് കൃഷി പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് പ്രൊപ്പോസലാക്കാൻ തയ്യാറെടുത്ത് തുടങ്ങി എന്നുള്ളതാണ് യോഗത്തിൽ പറയുന്നത്. മറ്റൊന്നുമല്ല, മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇഷ്ടം പോലെ വൈൻ ഉൽപ്പാദിപ്പിക്കുന്നു. അത് അവിടെ കർഷകർക്ക് വലിയ വരുമാനം ഉണ്ടാകുന്നതോടൊപ്പം അവിടുത്തെ സർക്കാരിന് വലിയ രീതിയിലുള്ള റവന്യൂ വരുമാനവും ഉണ്ടാകുന്നു, ടാക്സ് റവന്യൂവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് യോഗത്തിൽ കൃഷി പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയിച്ചത്. അതുകൊണ്ട് മസാല ചേർത്ത വൈൻ ഉൾപ്പെടെയുള്ള വൈനുകൾ ഉൽപ്പാദിപ്പിക്കേണ്ട സാധ്യതകളെക്കുറിച്ച് ആണ് ഒരു പ്രപ്പോസൽ തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന വകുപ്പ് സെക്രട്ടറിമാരുടെ ചർച്ചയിൽ ഉയർന്ന ആവശ്യം എന്നുള്ളത് കൊണ്ട് സർക്കാർ ഇത് പരിഗണിക്കും. സർക്കാർ ഇത് പരിഗണിച്ച് പച്ചക്കൊടി വീശുകയാണെങ്കിൽ കേരളമെമ്പാടും സർക്കാർ നേതൃത്വത്തിൽ, കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വൈൻ ഒഴുകും എന്ന കാര്യം ഉറപ്പാണ്. വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ചർച്ചയിൽ പ്രധാനമായി വരുന്നത് മദ്യം തന്നെയാണ് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യവും. സുജയ, ഇതിൽ ഒരു സർക്കാർ തീരുമാനം വന്നാൽ സർക്കാർ ലേബലിൽ കേരള വൈൻ എന്നൊക്കെ പേരിലുള്ളത് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. സുജയ, ഓക്കെ, അപ്പോൾ അത് അമേരിക്കയിലൊക്കെ ഞാൻ നോക്കുകയായിരുന്നു ഈ മസാല വൈൻ എന്താണ് എന്നുള്ളത്. അപ്പോൾ അമേരിക്കയിലൊക്കെ ഈ നാഷണൽ മൾഡ് വൈൻ ഡേ ഒക്കെ ഉണ്ട്, മാർച്ച് 3-ാം തീയതിയാണ്. അപ്പോൾ ശീതകാലത്തിലൊക്കെയാണ് ഈ എരിവുള്ള പാനീയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ സർക്കാർ പുതിയ വരുമാനം കണ്ടെത്തുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചയിലേക്ക് പോകുന്നതായും മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമ്മുടെ പ്രേക്ഷകരിൽ പലരും
സന്ദേശങ്ങളും അയക്കുന്നുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ശേഖരിക്കുക. നമുക്കിതിന്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. താങ്ക് യു, ടി വി പ്രസാദ്.